ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജാണ്. നിങ്ങൾക്കുള്ള ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ഓക്കെ എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷനും അതിനനുസരിച്ചുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ്? ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ലൈഫിൽ ഒരു ട്രൂത്ത് അറിയാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കേസ്, കോടതി, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതായത് എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോടതിയുമായി സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് എന്തെങ്കിലും സ്ഥലത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണമിടപാട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതായത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് നേരെ അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ട്രൂത്ത് എന്താണ്. നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളൊരു ഉത്തരമില്ലാതെ നിൽക്കുന്നുണ്ടാവും, അതെന്തായിരിക്കും, എന്താകും എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച്, അല്ലെങ്കിൽ ചിലപ്പം കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നു, അതിൻ്റെ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇതൊരു നിങ്ങൾക്കും ഉള്ള ഒരു ഗൈഡൻസ്, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു ഗൈഡൻസ്, മീൻസ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസും കൂടിയാണിത്. അതായത് നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു ഈഗോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഈഗോ വെക്കുക, അല്ലെങ്കിൽ ശത്രുത വെക്കുക, അല്ലെങ്കിൽ അവരെന്നോട് പെരുമാറിയതുപോലെ തന്നെ ഞാൻ തിരിച്ചും പെരുമാറും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി ഒഴിവാക്കുക. ഈഗോ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ആണ്. ഓക്കെ, അതായത് ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ക്ഷമിക്കുക, അത് ക്ഷമിച്ചങ്ങ് വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ അവരാണ് തെറ്റ് ചെയ്തതെങ്കിൽ അതിനുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ അതിനുള്ള അവർ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് കിട്ടും. സമയമാകുമ്പോൾ അവർക്ക് കിട്ടും. അതിൻ്റെ പുറകാലം നിങ്ങൾ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ച് അങ്ങോട്ട് പോവുക, അങ്ങനെയുള്ള രീതിയിലല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം, എന്തെങ്കിലും ഒരു വിദ്വേഷം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈഗോ പോലെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച ഒരാളെടുത്ത് തിരിച്ചു ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കർമ്മ കിട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുക, അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക, അവരെ വിട്ട് കളയുക എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് ടൈം ആകുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. അത് അവർ നല്ലത് ചെയ്തതാണെങ്കിലും ചീത്തത് ചെയ്തതാണെങ്കിലും അവർക്കുള്ള ഉത്തരം, അല്ലെങ്കിൽ അവരത് അനുഭവിക്കേണ്ടത് അവർ അനുഭവിച്ചോളും എന്നുള്ളതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു വിക്ടറി കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മറികടക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആകുന്ന ഒരാളാണ്, പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണത്. ആൻഡ് വിക്ടറിയാണ്. അങ്ങനെ തരണം ചെയ്യുന്നത് തന്നെ ഒരു വിക്ടറിയാണ്, ഒരു സക്സസ് ആണ്. ചാരിയറ്റ് കാർഡാണ്. നിങ്ങൾ
മാരേജ് ഒന്നും നടക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. കുറേ നാളുകളായിട്ട് മാരേജ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ വരുന്നത് ഇങ്ങനെ മുടങ്ങി പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പോസിബിലിറ്റി ഒരു യെസ് ആയിട്ട് കാണിക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ ചില പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് മെയിനായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഒരാളടുത്ത് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന ആളെന്നെ വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം. ആരോ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് അതൊരു മാരേജ് പോസിബിലിറ്റി പോലെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരിക എല്ലാവരുടെയും അനുവാദത്തോടെ. ഓക്കെ, എല്ലാവരുടെയും അനുവാദത്തോടെ അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടി വരിക മീൻസ് അവരായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതല്ല, ഒരു മാരേജ് പോലെ എല്ലാവരോടും ആലോചിച്ച് തീരുമാനം എടുക്കുന്ന രീതിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം കേട്ടോ. സെവൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവുകൾ മൂലം ഉണ്ടാകുന്ന ചില സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കൂടുതലും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അതായത് ആളുകളോട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കൂടുതലും സൈലൻ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യത്തിൽ നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആരും ആയിക്കോട്ടെ, ഓക്കെ, അവരുമായിട്ടൊരു നല്ല ബന്ധം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നിങ്ങൾ അവിടെ സൈലൻ്റായി ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന ആളുകൾ മെയിനായിട്ടും സൈലൻ്റ് ആയിരിക്കും. ഓക്കെ, അവരിലേക്ക് തന്നെ ഒതുങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അവരങ്ങനെ അധികം ആളുകളെ കേൾക്കാനോ അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ നേരം സംസാരിച്ചിരിക്കാനോ ഒന്നും അവർ തയ്യാറാകില്ല. അവനവൻ എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലാണ് ഉള്ളതെങ്കിൽ മനസ്സിലാക്കുക, ആവശ്യത്തിന് കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. മേ ബി അത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ക്ലാരിറ്റി ആയിരിക്കാം, മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരു ക്ലാരിറ്റി ആയിരിക്കാം, നിങ്ങളുടെ വായിൽ നിന്നും കേൾക്കേണ്ട ചില ക്ലാരിറ്റി അല്ലെങ്കിൽ ചില കാര്യങ്ങളായിരിക്കാം. അപ്പം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബന്ധങ്ങൾ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയോറിറ്റി കൊടുക്കുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും ചില സമയങ്ങളിൽ. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെ ആർക്കും ചീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ വിഡ്ഢികളാക്കിയിട്ടുള്ള ഒരു, അതായത് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ചുറ്റിനുമുള്ള ആളുകൾ നിങ്ങളെ വിഡ്ഢികളാക്കിയിട്ടുണ്ടായിരുന്നു ലൈഫിൽ എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇപ്പം അത് പറ്റുന്നില്ല. കാരണം നിങ്ങളിപ്പം നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എഗെയിൻ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റും ഏസ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എഗെയിൻ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സോ സെയിം കാര്യം തന്നെയാണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കേണ്ട ഒരു ഗൈഡൻസ് ആണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈഗോകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ചവർ നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് ഉപദ്രവിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ വിചാരിക്കാതിരിക്കുക, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഫോർഗീവ് ചെയ്തങ്ങ് വിട്ട് കളയുക. അതായത് മാപ്പ് കൊടുത്തങ്ങ് വിട്ട് കളയുക. എല്ലാത്തിനും കാലം കണക്ക് ചോദിക്കുന്നുള്ളതാണ്. സൺ കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവ് ചേഞ്ചുകളെ അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്കുള്ളൊരു പോസിറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ച് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാതിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചിലപ്പം അധികാര സ്വഭാവം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ പെരുമാറണം എന്നൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചുകൾ ഇപ്പം മേ ബി നിങ്ങളുടെ ഒരു ലവ് റിലേഷനുള്ള പേഴ്സൺ കാരണമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാരണം നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ആ ഒരു പോസിറ്റീവ് ചേഞ്ചിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച ആ ഒരു റീസൺ ഉണ്ടല്ലോ, അത് എന്താണെങ്കിലും, അത് ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനോട് നന്ദി പറയുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ ഇത് സ്ട്രോങ് ആയിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട ഗൈഡൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ഇതാണ്. നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.